So next is the design of cantilever slabs. So previous ക്ലാസ്സിൽ വൺ വേ സ്ലാബിൻ്റെ ഡിസൈൻ ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു. അപ്പോൾ അതിലും വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഡിഫറൻസസ് ആണ് ക്യാൻറ്റിലിവർ സ്ലാബ്സിലുള്ളത്. അപ്പോൾ ആ ഡിഫറൻസസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾ നോട്ട് ചെയ്യുക, എന്നിട്ട് കമ്പയർ ചെയ്ത് തന്നെ പഠിക്കാം. ഇതുപോലെ തന്നെയായിരുന്നു സിംഗിളി റീഇൻഫോഴ്സ്ഡ് സിമ്പിൾ സപ്പോർട്ടഡ് ബീമും അതുപോലെ ക്യാൻറ്റിലിവർ ബീമിൻ്റെയും കേസിൽ. അപ്പോൾ സിംപ്ലി സപ്പോർട്ടഡ് ബീംസിലും ക്യാൻറ്റിലിവർ ബീംസിൻ്റെയും കേസിൽ കുറച്ച് ഡിഫറൻസസ് ഉണ്ട്. ഒന്ന് L/D റേഷ്യോ ഡിഫറെൻ്റ് ആണ്, സിംപ്ലി സപ്പോർട്ടഡ് ബീംസും ക്യാൻറ്റിലിവർ ബീംസിലും ഡിഫറെൻ്റ് ആണ്. അതുപോലെ തന്നെ സിംപ്ലി സപ്പോർട്ടഡ് സ്ലാബ്സിലും ക്യാൻറ്റിലിവർ സ്ലാബ്സിലും ഡിഫറെൻ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ ബെൻഡിങ് മൊമെൻറ്റും ഷിയർ ഫോഴ്സും കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുലാസും അതിലും ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് നോട്ട് ചെയ്യേണ്ടത്. പിന്നെ നമ്മുടെ ഫൈനലി സ്ട്രക്ചറൽ ഡീറ്റെയിലിംഗ് വരയ്ക്കുമ്പോഴത്തേക്ക് അവിടെ വരുന്ന ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ, ബാക്കി സ്റ്റെപ്സും പ്രൊസീജിയറൊക്കെ സെയിം തന്നെയാണ്. ഓക്കെ, so before moving on to the problem, let us see what cantilever slabs are. So cantilever slabs are commonly used for chajars and balconies, projecting from the wall face from lintel beams or floor slabs. ഈ ഓൾഡ് ബിൽഡിങ്സിലൊക്കെ കാണുന്ന ഒരു ഇങ്ങനെ ബാൽക്കണി പോലെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു പോർഷനാണ് ചജേഴ്സ്, അതുപോലെ ബാൽക്കണീസ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഒരു വോളിൽ നിന്ന് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന പോർഷൻസാണ്, സ്ലാബുകളായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മളപ്പോൾ ഈ ഒരു എൻഡ് ഫിക്സ്ഡും ഈ ഒരു എൻഡ് ഫ്രീ ആയിരിക്കും. ഈ സ്ലാബിൻ്റെ ഒരു അതർ എൻഡ് ഫ്രീ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സ്ലാബ്സിനെയാണ് നമ്മൾ, അപ്പോൾ ഈ ഒരു പോർഷൻ മാത്രമേ ഫിക്സ്ഡ് ആയിട്ടുള്ളൂ, ബാക്കി ഈ ഒരു പോർഷൻ ഫ്രീ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള സ്ലാബ്സിനെയാണ് വി കോൾ ഇറ്റ് കാൻറ്റിലിവർ സ്ലാബ്. ആൻഡ് ദീസ് സ്ലാബ്സ് ആർ ജനറലി ഡിസൈൻഡ് ആസ് വൺ വേ സ്ലാബ്. അപ്പോൾ ക്യാൻറ്റിലിവർ സ്ലാബിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ വൺ വേ സ്ലാബായിട്ട് ആ പ്രൊസീജിയറിൽ വേണം ഡിസൈൻ ചെയ്യാനായിട്ട്. ഓക്കെ, വിച്ച് ഇസ് ഫിക്സ്ഡ് ഓർ കണ്ടിന്യൂസ് അറ്റ് ദി സപ്പോർട്ട്. അപ്പോൾ ഫിക്സ്ഡ് ആയിരിക്കും അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിരിക്കും സപ്പോർട്ടിൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു സപ്പോർട്ടിൽ ഫിക്സ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ടായിരിക്കും. ഓക്കെ, സോ ഇവിടെ ഡിഫറൻസ് വരുന്നതെന്ന് വെച്ചാൽ L/D റേഷ്യോ സെലക്ട് ചെയ്യുന്നതിൽ ഡിഫറൻസ് വരുന്നു. സോ ദ ട്രയൽ ഡെപ്ത് ഈസ് സെലക്റ്റഡ് ബേസ്ഡ് ഓൺ L/D റേഷ്യോ ഓഫ് 7. നമുക്ക് ബീമിൽ പറയുന്നുണ്ട് L/D റേഷ്യോ 7 എന്ന്. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ, പക്ഷേ അതിൽ നിന്നും കുറച്ചും കൂടെ ഒരു ഹയർ വാല്യൂ ആയിരിക്കും നമ്മൾ ക്യാൻറ്റിലിവർ സ്ലാബ്സിന് കൊടുക്കുന്നത്. ക്യാൻറ്റിലിവർ ബീം ആണെങ്കിൽ L/D റേഷ്യോ 7 എന്ന് എടുക്കും. ക്യാൻറ്റിലിവർ സ്ലാബ് ആണെങ്കിൽ ആ 7നേക്കാളും ഹയർ ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും എടുക്കുക. യൂഷ്വലി 10 to 12 ഒക്കെ എടുക്കും. ഓക്കെ, സോ ദറ്റ് ഈസ് അങ്ങനെയാണ് നമ്മൾ ട്രയൽ ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡഡ് ഇൻ ദി സ്ലാബ് അറ്റ് ദി ടെൻഷൻ ഫേസ് ഷുഡ് ബി ചെക്ക്ഡ് ഫോർ ആങ്കറേജ് ലെങ്ത് നിയർ ദി സപ്പോർട്ട്. അപ്പം നമ്മൾ ഡെവലപ്മെൻറ്റ് ലെങ്ത് പഠിച്ചിരുന്നു. ഡെവലപ്മെൻറ്റ് ലെങ്ത്തിൽ എങ്ങനെയായിരുന്നു, ഇതൊരു ക്യാൻറ്റിലിവർ സ്ലാബ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ക്യാൻറ്റിലിവർ ബീം ആണെങ്കിൽ, ഈ ഒരു കേസിൽ ക്യാൻറ്റിലിവർ സ്ലാബിൻ്റെ കേസ് പറയാം. അപ്പോൾ ഇങ്ങനെ ഇവിടെ റീഇൻഫോഴ്സ്മെൻറ്റ് ഇങ്ങനെ പോവുമായിരിക്കും. ഓക്കെ, ആൻഡ് ഇവിടെ നമ്മൾ ഇങ്ങനെ ഒന്ന് ബെൻഡ് ചെയ്ത് ആങ്കർ ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഈ ആങ്കർ ചെയ്ത് കൊടുക്കുന്ന, അതായത് ഈ സപ്പോർട്ടിൻ്റെ സ്റ്റാർട്ടിൽ നിന്ന് ഇങ്ങനെ ആങ്കർ ചെയ്ത് കൊടുക്കുന്ന ഈ ഒരു ലെങ്ത് എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ഡെവലപ്മെൻറ്റ് ലെങ്ത്, LD. ഓക്കെ, അപ്പോൾ LD നമുക്ക് എങ്ങനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു വിഡ്ത്ത് അറിയാമെങ്കിൽ ഇവിടെ നിന്ന് ഈ കവർ മൈനസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് കിട്ടും, ദെൻ ഈ ഒരു ഡിസ്റ്റൻസ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ LD കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ക്യാൻറ്റിലിവർ ബീംസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ സപ്പോർട്ടിലേക്ക് ബോണ്ടിന് വേണ്ടിയിട്ട് ഒരു ആങ്കർ ചെയ്തിട്ട് കൊടുക്കും. ഓക്കെ, ആൻഡ് ആ ലെങ്ത്തും നിങ്ങൾ ഫൈനലി സ്ട്രക്ചറൽ ഡ്രോയിങ്ങിൽ മാർക്ക് ചെയ്യണം. So the reinforcements provided in the slab at the tension face should be checked for anchorage length near the support. The thickness of cantilever slab is generally varied from a maximum at the fixed end to a minimum of 100 to 150 mm at the free end. ഓക്കെ, സോ നിങ്ങൾ ക്യാൻറ്റിലിവർ ബീംസ് എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്ലാബ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഷേപ്പായിരിക്കും. ഓക്കെ, ഇങ്ങനെ ഒരു ഷേപ്പായിരിക്കും ക്യാൻറ്റിലിവർ ബീമിന് അല്ലെങ്കിൽ സ്ലാബ്സിന്. അപ്പോൾ ഇതിൻ്റെ റീസൺ നിങ്ങൾക്ക് അറിയാം, കാരണം സപ്പോർട്ടിലായിരിക്കും ബെൻഡിങ് മൊമെൻറ്റ് മാക്സിമം. അപ്പോൾ നമുക്കൊരു എക്കണോമി വെച്ച് നോക്കിയിട്ട് ഇപ്പം നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും ഡിസൈൻ ചെയ്യാം അല്ലേ, ഈ ഒരു ഡെപ്തിൽ അല്ലെങ്കിൽ
ഒരു ആവറേജ് ഡെപ്ത് എടുത്തിട്ട് ഇങ്ങനെ വേണമെങ്കിലും ഡിസൈൻ ചെയ്യാം. ഓക്കെ, അപ്പം ഒരു എക്കണോമി പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് നമ്മൾ ഈ ഒരു ഷേപ്പ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ മിനിമം, അപ്പോൾ ഈ ഒരു എൻഡിലെ മിനിമം എത്രയായിരിക്കണം? 100 to 150 ആയിരിക്കണം എന്ന് ഉണ്ട്. ഓക്കെ, മിനിമം 100 to 150 അറ്റ് ദി ഫ്രീ എൻഡ്. അപ്പോൾ ജനറലി വേരി ചെയ്യുന്നുണ്ട്. അതല്ലാതെ ഇപ്പോൾ നോർമൽ കൺസ്ട്രക്ഷൻസിലൊക്കെ നമുക്ക് വേരി ചെയ്യാതെയും സ്ലാബ് കാസ്റ്റ് ചെയ്യാം. ഓക്കെ, ദ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റീൽ ഈസ് പ്രൊവൈഡഡ് ഇൻ ട്രാൻസ്വേഴ്സ് ഡിറക്ഷൻ. ഓക്കെ, അപ്പോൾ സെക്കൻഡറി സ്റ്റീൽ ട്രാൻസ്വേഴ്സ് ഡിറക്ഷനിൽ പ്ലേസ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇത് ക്യാൻഡിലിവർ സ്ലാബ് ആണെങ്കിൽ, ഓക്കെ, ഇത് ക്യാൻഡിലിവർ സ്ലാബ് ആണെങ്കിൽ ഈ ഡയറക്ഷനിൽ മെയിൻ ബാറും അതുപോലെ ഈ ഡയറക്ഷനിൽ സെക്കൻഡറി ബാറും ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മെയിൻ ബാർ ആയിരിക്കും ഈ സ്പാനിന് എലോങ് ആയിട്ട് കൊടുക്കുന്നത്. വേറൊരു കാര്യം നോക്കേണ്ടത്, ക്യാൻഡിലിവറിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ഇങ്ങനെ ലോഡ് വരികയാണെങ്കിൽ ഇത് എങ്ങോട്ടായിരിക്കും ബെൻഡ് ചെയ്യുന്നത്? ഇങ്ങനെയായിരിക്കും ബെൻഡ് ചെയ്യുന്നത്. ഓക്കെ, വെറാസ് നമ്മൾ സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ ഒരു കേസാണ് എടുക്കുന്നതെങ്കിൽ അതിൽ ലോഡ് വരുമ്പോഴത്തേക്ക് ഇങ്ങനെയായിരിക്കും ബെൻഡ് ചെയ്യുക. ഓക്കെ, സോ ഇവിടെ ഈ ഒരു പോർഷനിൽ കംപ്രഷനും ഇവിടെ ടെൻഷനും ആയിരിക്കും. ഓക്കെ, വെറാസ് ഇൻ കേസ് ഓഫ് ക്യാൻഡിലിവർ സ്ലാബ്സ് ഓ ക്യാൻഡിലിവർ ബീം ഇങ്ങനെയായിരിക്കും ബെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ടോപ്പിൽ എന്തായിരിക്കും? ടെൻഷൻ ആയിരിക്കും, ബോട്ടത്തിൽ കംപ്രഷനും. ഓക്കെ, അപ്പോൾ ഈ ഫേസസ് ഡിഫറെൻ്റ് ആണ്. സിംപ്ലി സപ്പോർട്ടഡ് ബീമിലാണെങ്കിൽ ടെൻഷൻ ഫേസ് ബോട്ടത്തിലായിരിക്കും, ക്യാൻഡിലിവർ ബീമിലാണെങ്കിൽ അല്ലെങ്കിൽ ക്യാൻഡിലിവർ സ്ലാബിലാണെങ്കിൽ ടെൻഷൻ ഫേസ് ടോപ്പിലായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ക്യാൻഡിലിവർ സ്ലാബിൻ്റെ കേസിൽ ടോപ്പിലായിരിക്കും ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് മെയിൻ ബാർ ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ടോപ്പിലായിട്ടായിരിക്കും. ഓക്കെ, അഗെയിൻ ഇങ്ങനെയാണ് നമ്മൾ ഫൈനലി നമുക്ക് ഫിഗർ സ്ട്രക്ചറൽ ഡ്രോയിങ് വരയ്ക്കുമ്പോൾ ഇങ്ങനെയാണ് കിട്ടുന്നത്. ഓക്കെ, ഇങ്ങനെ വേരി ചെയ്യുന്നുണ്ട് ഡെപ്ത്ത്. വേരി ചെയ്യുന്നതിൽ ഈ എൻഡിൽ 100 to 150 വരണം. ഓക്കെ, ഇത് നോക്കണ്ട, 100 to 150 മിനിമം ഉണ്ടായിരിക്കണം. ആൻഡ് പിന്നെ നമ്മൾ ഇതാണിപ്പോൾ സപ്പോർട്ട്. ഈ സപ്പോർട്ടിൻ്റെ ഇവിടെ നിന്ന് ഉള്ളതാണ് ഡെവലപ്മെൻറ്റ് ലെങ്ത്. ഓക്കെ, ആൻഡ് ഇത് മെയിൻ ബാർ. ആൻഡ് മെയിൻ ബാറിന് പിന്നെ ട്രാൻസ്ഫേഴ്സ് ഇങ്ങനെ ഈ ഡയറക്ഷനിൽ എന്ത് കൊടുക്കും? ഡിസ്ട്രിബ്യൂഷൻ ബാർ. ഓക്കെ, അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് ഡിസ്ട്രിബ്യൂഷൻ ബാർ, ഇത് ഈ ഡയറക്ഷനിലാണ് പോകുന്നത്. ക്ലിയർ? ആൻഡ് ഇവിടെ ഈ ഒരു വേരിയിങ് ഡെപ്ത് ഇവിടെ ഇവിടെ D2 D1 D2 എന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, പിന്നെ ഈ വോളിൻ്റെ തിക്നെസ്, ഇപ്പോൾ ഇത് വോളായിരിക്കാം അല്ലെങ്കിൽ ബീമായിരിക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ തിക്നെസ്സും വിഡ്ത്തും ഒക്കെ തന്നിട്ടുണ്ടാകും ക്വസ്റ്റ്യനിൽ. ദെൻ ഇതാണ് ക്യാൻഡിലിവർ. നേരത്തെ പറഞ്ഞ പോലെ ക്യാൻഡിലിവർ ബീമിൻ്റെ ബെൻഡിങ്. അപ്പോൾ ഈ മേളത്തെ ഫേസ് ടെൻഷനും താഴെ കംപ്രഷനും ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ മെയിൻ ബാർസ് നമ്മൾ ടോപ്പിലായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ മെയിൻ ബാർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ടോപ്പിലാണ്. ഓക്കെ, സോ അഗെയിൻ നമുക്ക് ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഡിസൈൻ എ cantilever slab projecting 2.1 meter from the support using M20 concrete and Fe415 steel. ഓക്കെ, സോ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ക്യാൻഡിലിവർ പ്രൊജക്ഷൻ. ക്യാൻഡിലിവർ പ്രൊജക്റ്റ് ചെയ്യുന്നത് 2.1 മീറ്ററിലാണ്. അതായത് ഇങ്ങനെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഈ സപ്പോർട്ടിൽ നിന്നുള്ള പ്രൊജക്ഷനാണ് ഈ ഒരു ക്യാൻഡിലിവറിൻ്റെ ലെങ്ത് ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് 2.1 meter. So that is L is equal to 2.1 meter. M20 എന്ന് പറയുന്നുണ്ട്, Fe415 എന്നും പറയുന്നുണ്ട്. ഓക്കെ, സോ FCK 220 and FY 415. സോ ഗിവൺ ഡേറ്റ എഴുതുക. അഗെയിൻ ഫസ്റ്റ് നമ്മുടെ സ്റ്റെപ്പ് എന്തായിരുന്നു? വി ഹാവ് ടു ഫിക്സ് ദി ഡെപ്ത്. ഒരു ഡെപ്ത് അസ്യൂം ചെയ്യുക. ഡെപ്ത് അസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് L/D റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം. സോ നമുക്ക് L/D റേഷ്യോ എന്തായിട്ട് അസ്യൂം ചെയ്യാം? ഒരു ക്യാൻഡിലിവർ ബീമിൻ്റെ കേസിലാണെങ്കിൽ L/D റേഷ്യോ 7 ആയിരിക്കും. സ്ലാബിൻ്റെ കേസിൽ നമ്മളൊരു ഹയർ വാല്യൂ പ്രൊവൈഡ് ചെയ്യുക 7-നേക്കാളും. ഓക്കെ, അപ്പോൾ നമുക്ക് 10 അല്ലെങ്കിൽ 12 എടുക്കാം. സോ L/D റേഷ്യോ 10 or 12 കൊടുക്കാം. സോ ഇവിടെ ഞാനിപ്പോൾ 10 ആണ് എടുക്കുന്നത്. അപ്പോൾ L/D റേഷ്യോ 10 ആണെങ്കിൽ നമുക്കറിയാം ലെങ്ത് പ്രൊജക്ഷൻ എത്രയായിരുന്നു? 2.1 മീറ്റർ.
പ്രൊജക്ഷൻ 2.1 meter. ഓക്കെ, സോ 2.1നെ mm-ലേക്ക് കൺവേർട്ട് ചെയ്യുക. സോ 2100 ഡിവൈഡഡ് ബൈ 10. നമുക്ക് ഇവിടെ നിന്ന് ഡി ആണ് കിട്ടേണ്ടത്. ഡി എന്തായിരിക്കും? L/10. ഓക്കെ, സോ L/10 210 mm എന്ന് കിട്ടും. സോ ഡി വാല്യൂ എത്രയാണ് കിട്ടുന്നത്? 210 mm. സോ ഇതാണ് നമ്മുടെ ട്രയൽ ഡെപ്ത്. അപ്പോൾ ഈ 210 mm അല്ലെങ്കിൽ 210 mm-നേക്കാളും ഒരു ഹയർ വാല്യൂ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, സപ്പോസ് ഞാനിവിടെ 210 mm ആണ് ഇഫക്റ്റീവ് ഡെപ്ത് ആയിട്ട് എടുത്തിരിക്കുന്നതെങ്കിൽ, സോ വാട്ട് വിൽ ബി ദ ടോട്ടൽ ഡെപ്ത്? ഓക്കെ, ടോട്ടൽ ഡെപ്ത് എത്രയായിരിക്കും? ഇഫക്റ്റീവ് ഡെപ്ത് പ്ലസ് ടോട്ടൽ ഡെപ്ത് ക്യാപിറ്റൽ D is equal to effective depth plus clear cover plus diameter by 2. Okay, so diameter ഇവിടെ 10 mm diameter ആണ് ചൂസ് ചെയ്തിരിക്കുന്നത് ആൻഡ് ക്ലിയർ കവർ 15. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്ത് വരും? 210 പ്ലസ് 15 പ്ലസ് 10/2. ഓക്കെ, സോ എന്ത് വരും? 210 പ്ലസ് 15 പ്ലസ് 10/2. സോ എത്രയാണ് കിട്ടുന്നത്? D is equal to 230 mm എന്ന് കിട്ടും. ഓക്കെ, സോ ഇതാണ് ഓവറോൾ ഡെപ്ത്. അപ്പം നമ്മൾ ഫിക്സ്ഡ് എൻഡിൽ ഈ ഒരു ഡെപ്ത് കൊടുക്കുക. 230 mm ഡെപ്ത് ഫിക്സ്ഡ് എൻഡിൽ കൊടുക്കാം. ഓക്കെ, ഫ്രീ എൻഡിൽ മിനിമം 100 to 150 റേഞ്ചിലായിരിക്കണം. സോ 120 എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, 120 എന്ന് കൊടുക്കുകയാണ്. സോ ഇതാണ് സ്ലാബിൻ്റെ ഡെപ്ത്. ഓക്കെ, സോ 230 and 120 mm. സെക്കൻഡ് സ്റ്റെപ്പ് ലോഡ് കാൽക്കുലേഷൻ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ലാബിൻ്റെ കേസിൽ ഒരു സ്ട്രിപ്പ് ഓഫ് പോർഷനാണ് എടുക്കുന്നത് ആൻഡ് ഈ പോർഷൻ്റെ ഡെപ്ത് എന്ന് വെച്ചാൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ഡെപ്ത്. അപ്പോൾ ഈ ഒരു കേസിൽ എങ്ങനെ വരും? ഇങ്ങനെ വരും അല്ലേ? ഡെപ്ത് D1 D2 ആൻഡ് ഈ ഒരു വിഡ്ത്ത് 1000 mm എന്ന് എടുക്കുക. ഓക്കെ, 1000 mm എന്ന് എടുക്കുക. സോ ഇതിൻ്റെ ആവറേജ് ഡെപ്ത് വേണം നമ്മൾ സെൽഫ് വെയ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. സെൽഫ് വെയ്റ്റിൻ്റെ ഇക്വേഷൻ എങ്ങനെയായിരുന്നു? B × D × 25. ഓക്കെ, സോ B എന്ന് വെച്ചാൽ 1000, D എന്ന് പറഞ്ഞാൽ എന്താ? 2 ഡെപ്ത് ഉണ്ട്. ഒരു ഫിക്സ്ഡ് എൻഡിലും ഫ്രീ എൻഡിലും വേരി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ആവറേജ് എടുക്കുക. ഓക്കെ, സോ D is equal to D1 plus D2/2. അപ്പോൾ ഒരു എൻഡിൽ 0.23, അടുത്ത എൻഡിൽ ഒരു എൻഡിൽ 230 ആണ്, അടുത്ത എൻഡിൽ 120 ആണ്. ഓക്കെ, സോ 0.23 പ്ലസ് 0.12/2 ഇൻറ്റു B നമുക്ക് 1 മീറ്റർ അല്ലെങ്കിൽ 1000 mm എന്നാണ് എടുക്കേണ്ടത്, ഇൻറ്റു 25 യൂണിറ്റ് വെയ്റ്റ്. ഓക്കെ, എഗെയിൻ ചിലപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നെ കോൺക്രീറ്റിൻ്റെ യൂണിറ്റ് വെയ്റ്റ് തന്നിട്ടുണ്ടാകും. ഓക്കെ, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യനിൽ ഈ ഒരു യൂണിറ്റ് വെയ്റ്റ് 24 25 ഒക്കെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ അത് 24 എന്നാണ് തന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇവിടെയും 24 എന്ന് തന്നെ എഴുതുക, 25 എന്ന് എടുക്കരുത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യനിൽ യൂണിറ്റ് വെയ്റ്റ് ഓഫ് കോൺക്രീറ്റ് തന്നിട്ടുണ്ടോ എന്ന്. ഓക്കെ, സോ യു വിൽ ഗെറ്റ് സെൽഫ് വെയ്റ്റ് ഇൻ kN/m കിട്ടും. എഗെയിൻ വേറെ ഒരു ഡീറ്റെയിൽസും ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല അല്ലേ? സോ നമുക്ക് അസ്യൂം ചെയ്യാം, ലൈവ് ലോഡും ഫ്ലോർ ഫിനിഷും അസ്യൂം ചെയ്യുക. സോ ലൈവ് ലോഡ് എത്രയാണ്? 2 ആയിട്ട് അസ്യൂം ചെയ്യാം, ഫ്ലോർ ഫിനിഷ് 1. ഓക്കെ, സോ നമുക്ക് കിട്ടിയ സെൽഫ് വെയ്റ്റിൻ്റെ കൂടെ ലൈവ് ലോഡും ഫ്ലോർ ഫിനിഷും ആഡ് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് എ വാല്യൂ 7.375 kN. ഈ വാല്യൂവിൻ്റെ ഫാക്ടേർഡ് ലോഡ് എടുക്കാം. ഓക്കെ, ഫാക്ടേർഡ് വാല്യൂ. സോ യു വിൽ ഫൈനലി ഗെറ്റ് ദിസ് ഇസ് ദ ലോഡ് സ്മോൾ w. ഓക്കെ, ഇതാണ് ഫാക്ടേർഡ് ലോഡ് സ്മോൾ w. അഗെയിൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? നമുക്ക് സ്പാൻ വേണം. മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഡബ്ല്യുവിൻ്റെ കൂടെ ലെങ്ത്ത് സ്പാനും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മൊമെൻറ്റും ഷിയർ ഫോഴ്സും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് സ്പാൻ. സോ ഇഫക്റ്റീവ് സ്പാൻ കാൽക്കുലേറ്റ് ചെയ്യാൻ കാൻഡിലിവറിൻ്റെ കേസിൽ ഇഫക്റ്റീവ് സ്പാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്
എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ലെങ്ത് 2.1 മീറ്ററിൻ്റെ കൂടെ എന്തും കൂടെ ആഡ് ചെയ്യണം, ഹാഫ് ഡെപ്ത്. സോറി, ഇതല്ല, ഓക്കെ, ഹാഫ് ഡെപ്ത്. ഇതാണ് ഇക്വേഷൻ. ദറ്റ് ഈസ് എൽ പ്ലസ് ഡെപ്ത് ബൈ 2, ഇഫക്റ്റീവ് ഡെപ്ത് ബൈ 2. ഇതാണ് ഇഫക്റ്റീവ് സ്പാനിൻ്റെ ഇക്വേഷൻ. ഓക്കെ, ഇഫക്റ്റീവ് സ്പാൻ LE is equal to L plus D by 2 for cantilever slab. Okay, so L plus D by 2 എടുക്കുക. L 2.1, D by 2 0.21. So finally 2.205 meter എന്ന് കിട്ടും. ഓക്കെ, എന്നിട്ട് മൊമെൻ്റ് ആൻഡ് ഷിയർ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുക. എത്രയാണ് മൊമെൻറ്റ് കിട്ടുക? WLE²/2 ആൻഡ് WL ആണ് ഷിയർ ഫോഴ്സ്. ഇതെന്താ ഈ ഇക്വേഷൻ? ബിക്കോസ് ഇറ്റ് ഇസ് എ കേസ് ഓഫ് ക്യാൻഡിലിവർ. ഓക്കെ, സിംപ്ലി സപ്പോർട്ടഡ് ആയിരുന്നെങ്കിൽ എന്ത് വരും? WL²/8ഉം WL/2ഉം വന്നേനെ. ക്യാൻഡിലിവർ ആയതുകൊണ്ട് ഇതാണ് ഇക്വേഷൻ. ഓക്കെ, സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. This is the W value, L value, and you will get 26.89 and 24.39. This has the MU and VU values. Clear? So cantileverന്റെ കേസിലുള്ള ഇക്വേഷൻ ആണ് ഇത്. And next step is limiting moment of resistance. Again നമ്മൾ MU ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞ പോലെ നമുക്ക് രണ്ട് മെത്തേഡിൽ ചെയ്യാം. അതായത് നമ്മുടെ ഗിവൺ സെക്ഷൻ അഡിക്വേറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് രണ്ട് മെത്തേഡ് നോക്കാം. ഒന്നെങ്കിൽ ലിമിറ്റിംഗ് മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുക, ആൻഡ് അതിൽ നിങ്ങൾക്ക് MU ലെസ് ദാൻ MU ലിമിറ്റ് കിട്ടുമോ എന്ന് നോക്കാം. ഓക്കെ, സോ MU ലെസ് ദാൻ MU ലിമിറ്റ് ആണെങ്കിൽ അണ്ടർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ ആണ്, അണ്ടർ റീഇൻഫോഴ്സ്ഡ് ആണെങ്കിൽ അഡിക്വേറ്റ് സെക്ഷൻ ആണ്. ഓക്കെ, അതർവൈസ് ഈ സെയിം ഇക്വേഷൻ വെച്ച് തന്നെ D വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. ആ D വാല്യൂ നമുക്ക് കിട്ടിയിരിക്കുന്നത് വാല്യൂവിനേക്കാളും, നമ്മൾ ഓൾറെഡി പ്രൊവൈഡ് ചെയ്ത വാല്യൂവിനേക്കാളും ഈ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള വാല്യൂ കുറവാണോ എന്ന് നോക്കാം. ഓക്കെ, സോ റിക്വയർഡ് ആയിട്ടുള്ള വാല്യൂ എത്രയാണോ നോക്കുക, അതിൽ കൂടുതലാണോ നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്, ദാറ്റ്സ് ഇറ്റ്. എത്രയാണോ വേണ്ടതെന്ന് നോക്കാം, അതിൽ കൂടുതലാണോ നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സെക്ഷൻ അഡിക്വേറ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ രണ്ട് മെത്തേഡിൽ നമുക്ക് ചെയ്യാം. രണ്ട് മെത്തേഡിൻ്റെയും ഇക്വേഷൻ ഏതാ? MU is equal to 0.138 FCK BD². സോ ഇവിടെ MU ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. MU വാല്യൂ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തതാണ് പ്രീവിയസ് സ്റ്റെപ്പിൽ നിന്ന്. ഓക്കെ, സോ MU ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. MU ലിമിറ്റ് എന്ന് വെച്ചാൽ 0.138 ഇൻറ്റു FCK 20 ആണ്, B 1000 mm, D 210 mm എഫക്റ്റീവ് ഡെപ്ത്. ഓക്കെ, ഇനി ചില കേസിൽ നിങ്ങൾക്ക് ഡൗട്ട് വരാം. അതായത് നമ്മൾ ചിലയിടത്ത് ബിക്ക് 1 എന്നും ചിലയിടത്ത് ബിക്ക് 1000 എന്നും കൊടുക്കുന്നത് എന്താണ്? 1 എന്ന് വെച്ചാൽ 1 മീറ്ററിലാകുമ്പോഴാണ് 1, ഇത് MM-ലാണ്. കാരണം നമുക്കറിയാം FCKയുടെ വാല്യൂ 20 Nm/mm² ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മളിവിടെ എല്ലാ വാല്യൂസും MM-ലേക്ക് കൺവേർട്ട് ചെയ്തു. സോ B is equal to 1000 mm and D is equal to 210 mm and FCK is 20 Nm/mm². ക്ലിയർ? അപ്പോൾ അതുകൊണ്ട് ഇവിടെ MU ലിമിറ്റ് നമുക്ക് കിട്ടുന്നത് ന്യൂട്ടൺ മീറ്ററിൽ കിട്ടും. അതിനെ കിലോ ന്യൂട്ടൺ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതിയിരിക്കുന്ന വാല്യൂ ആണ് 121. സോ MU ലിമിറ്റ് 121. ഓക്കെ, നമുക്ക് കിട്ടിയിരിക്കുന്ന MU വാല്യൂ എത്രയാണ്? സോ MU ഇസ് 26. ഓക്കെ, സോ ഈ ഒരു കേസിൽ MU ലെസ് ദാൻ MU ലിമിറ്റ് അല്ലെ, 26 ആണ് MU. സോ ദാറ്റ് ഇസ് ലെസ് ദാൻ MU ലിമിറ്റ്, ഹെൻസ് അഡിക്വേറ്റ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം, അതല്ല എങ്കിൽ അപ്പോൾ ഈ ഒരു കേസിൽ ഇപ്പോൾ MU ലെസ് ദാൻ അല്ല എങ്കിൽ, ഓക്കെ, MU ഇസ് ഗ്രേറ്റർ ദാൻ MU ലിമിറ്റ് ആണെങ്കിൽ അങ്ങനെയുള്ള കേസിൽ സെക്ഷൻ എന്തുവാ? അഡിക്വേറ്റ് ആയിരിക്കില്ല, സെക്ഷൻ ഇൻഅഡിക്വേറ്റ് ആയിരിക്കും. സോ അങ്ങനെ ഇൻഅഡിക്വേറ്റ് ആയിട്ടാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡെപ്ത്ത് ഇൻക്രീസ് ചെയ്യുക. ഓക്കെ, ഇവിടെ നമ്മളൊരു അസ്യൂംഡ് ഡെപ്ത്ത് കണ്ടുപിടിച്ചായിരുന്നല്ലോ 210.
ഈ 210 എന്നുള്ളത് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ 210 ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇവിടെ കറസ്പോണ്ടിങ് ചേഞ്ചസ് ഒക്കെ വരും. ഇവിടെ ചേഞ്ച് ആകും, അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു വാല്യൂവിന് ചേഞ്ച് ഉണ്ടാകും. ഓക്കെ, സോ ഈ ലോഡിൻ്റെ വാല്യൂ ചേഞ്ച് ഉണ്ടാകും, ഇഫക്റ്റീവ് സ്പാനിന് ചേഞ്ച് ഉണ്ടാകും, ആൻഡ് MU വാല്യൂസിനും ചേഞ്ച് ഉണ്ടാകും. അതുകൊണ്ട് അത് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ചെയ്തു പോകുക. ഇൻഅഡിക്വേറ്റ് സെക്ഷൻ ആണെങ്കിൽ ഈ സെയിം സ്റ്റെപ്സ് തന്നെ ഫോളോ ചെയ്യണം. എന്നിട്ട് ഇവിടെ വന്നിട്ട് പ്രൂവ് ചെയ്യണം ഈ MU ഇസ് ലെസ് ദാൻ MU ലിമിറ്റ് എന്ന് എപ്പോഴാണോ നമുക്ക് കിട്ടുന്നത് അതുവരെ ഈ ഒരു മെത്തേഡ് കണ്ടിന്യൂ ചെയ്യണം. ഓക്കെ, സോ MU ലെസ് ആണെങ്കിൽ മാത്രമേ അഡിക്വേറ്റ് ആകുള്ളൂ, അല്ലെങ്കിൽ ഇൻഅഡിക്വേറ്റ് സെക്ഷൻ ആയിരിക്കും. സോ ഇത് നമുക്ക് വേറെ രീതിയിലും ചെക്ക് ചെയ്യാം. ദാറ്റ് ഇസ് സ്റ്റെപ്പ് 5 തന്നെ വേറെ ഇത് ഒരു മെത്തേഡ്. ഓക്കെ, സെക്കൻഡ് മെത്തേഡ് ഉണ്ട്. അതെന്ന് വെച്ചാൽ MU is equal to 0.138 FCK/BD². ഓക്കെ, പ്രീവിയസ് ഇക്വേഷൻ എന്തായിരുന്നു? MU ലിമിറ്റ് ഈക്വൽ ടു 0.138 FCK/BD² ആയിരുന്നു. ഓക്കെ, ഇവിടെ MU ആണ്. സോ MU എന്ന് വെച്ചാൽ 26.89. ഓക്കെ, സോ 26.89 ഇൻറ്റു 10⁻⁶ അതാണ് MU വാല്യൂ. ഓക്കെ, സോ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് D ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ഈ D എന്തായിരിക്കും? D റിക്വയർഡ്. സോ സെക്ഷൻ അഡിക്വേറ്റ് ആകണമെങ്കിൽ D റിക്വയർഡ് ഷാൽ ബി ലെസ് ദാൻ D പ്രൊവൈഡഡ്. ഓക്കെ, അതായത് റിക്വയർഡിനേക്കാളും കൂടുതലായിരിക്കണം നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന വാല്യൂ. ഓക്കെ, സോ വാട്ട് വിൽ D ബി? D ഈസ് ഈക്വൽ ടു, അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ എഴുതാം? D ഈസ് ഈക്വൽ ടു MU ഡിവൈഡഡ് ബൈ 0.138 FCK/B². ഓക്കെ, സോ നമുക്ക് ഡിയുടെ വാല്യൂ കിട്ടുക 98.705. ഓക്കെ, ഈ 98.705 ആണ് നമുക്ക് വേണ്ട ഡെപ്ത്. അപ്പോൾ നമ്മൾ ഇതിനേക്കാളും ഹയർ ഡെപ്താണ് പ്രൊവൈഡ് ചെയ്തത്. അതുകൊണ്ട് സെക്ഷൻ സേഫ് ആണ്, അല്ലെങ്കിൽ അഡിക്വേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. രണ്ട് രീതിയിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അത് വെച്ച് നോക്കാം. സോ ഒന്നെങ്കിൽ ഈ മെത്തേഡ് അല്ലെങ്കിൽ ഈ മെത്തേഡ്. നെക്സ്റ്റ് ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ്. അടുത്തത് ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ അനെക്സ് ജിയിലെ ഇക്വേഷൻ. ഓക്കെ, ഈ ഇക്വേഷനിൽ നമുക്ക് അറിയാതെ ഉള്ളത് AST മാത്രമാണ്. അപ്പോൾ ഇത് കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ഈ ഒരു ഇക്വേഷന് നിങ്ങൾ സോൾവ് ചെയ്ത് ഒരു ഇക്വേഷനായിട്ട് എഴുതുക. ഈ ഇക്വേഷൻ എന്നിട്ട് കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്യുക. ഓക്കെ, സിംപ്ലിഫൈ ചെയ്തിട്ട് അത് സോൾവ് ചെയ്യുക. ASTയുടെ വാല്യൂ 368.03 എന്ന് കിട്ടും. സോ ഇതാണ് ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ്. ഓക്കെ, അതായത് മെയിൻ ബാറിൻ്റെ ഏരിയയാണ് ഇത്. ഓക്കെ, സോ നമുക്ക് മെയിൻ ബാർ ഒരു 10 mm ബാർസ് പ്രൊവൈഡ് ചെയ്യാം സ്ലാബ് ആയതുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ സ്പേസിങ് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, സോ വാട്ട് ഈസ് ദ സ്പേസിങ്? ഏരിയ ഓഫ് 1 bar ഡിവൈഡഡ് ബൈ AST ഇൻറ്റു 100. സോ π/4 ഇൻറ്റു 10² ഡിവൈഡഡ് ബൈ 368 ഇൻറ്റു 1000. 368 ആയിരുന്നു നമുക്ക് AST കിട്ടിയത്. ഓക്കെ, സോ യു വിൽ ഗെറ്റ് 213. 213നെ 210 എന്ന് എഴുതാം, റൗണ്ട് ഓഫ് ചെയ്ത്. ഓക്കെ, സോ 210 ഈസ് ദി സ്പേസിങ്. അഗെയിൻ മാക്സിമം സ്പേസിങ് ചെക്ക് ചെയ്യുക. മാക്സിമം സ്പേസിങ് ഇസ് 3D or 300 mm, whichever is less. ഓക്കെ, ഇതിൽ ലെസ് ഏതാണോ അത്. സോ 3D എന്ന് പറയുമ്പോൾ 630 വരും, 300. ഓക്കെ, നമുക്ക് കിട്ടിയ വാല്യൂ എത്ര? 210 ആണ്. സോ 210 തന്നെ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, സോ പ്രൊവൈഡ് 10 mm ഡയാബാസ് അറ്റ് 210 സ്പേസിങ്. ഓക്കെ, ഇതെന്തോ മെയിൻ ബാർ. ഇനി നമ്മൾ പറഞ്ഞിരുന്നു മെയിൻ ബാർ ഇങ്ങനെ ലെങ്തിന് ലോങ് ആയിട്ട് ഇനി ട്രാൻസ്വേഴ്സ് ബാർസ് വരും. ഓക്കെ, സോ ട്രാൻസ്വേഴ്സ് ബാർ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഈ AST
പ്രൊവൈഡ് ചെയ്ത AST മിനിമത്തിനേക്കാളും കൂടുതലാണോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, സോ സ്ലാബിൻ്റെ കേസിൽ വാട്ട് ഈസ് ദ മിനിമം AST? 0.12% ഓഫ് BD. So 0.12 divided by 100 into 1000 into 230, 276 എന്ന് കിട്ടും. ഇതാണ് മിനിമം വാല്യൂ. ഓക്കെ, മിനിമം ഇത്രയെങ്കിലും ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് കിട്ടിയത് 368 ആണ്. സോ മിനിമത്തിനേക്കാളും കൂടുതലാണ്, അതുകൊണ്ട് സേഫാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പ്രൊസീജിയർ, ഈ 0.12% BD ഇതൊക്കെ എവിടെയാണെന്ന് ഈ വാല്യൂസൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഇതെല്ലാം IS 456 തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ, അതായത് ഡിസൈൻ ഓഫ് വൺ വേ സ്ലാബിൻ്റെ പ്രോബ്ലം ചെയ്തിരിക്കുന്ന വീഡിയോയിൽ കോഡും കൂടെ ഞാൻ കാണിച്ചിട്ടുണ്ട്. കോഡിൽ ഏതൊക്കെ പേജസ് ആണെന്ന് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ അത് പിന്നെയും റിപ്പീറ്റ് ചെയ്ത് കാണിക്കാത്തത്. ഓക്കെ, സോ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്രീവിയസ് വീഡിയോ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. സോ ഇതിൽ നമുക്ക് മിനിമം ബാർ കിട്ടി. അഗെയിൻ നെക്സ്റ്റ്, അപ്പോൾ മെയിൻ ബാർ കിട്ടി. ഈ മെയിൻ ബാർ നമ്മൾ മിനിമത്തിനേക്കാളും കൂടുതലാണോ എന്ന് ചെക്ക് ചെയ്യുക. കൂടുതലാണെങ്കിൽ നെക്സ്റ്റ് അടുത്ത ഡയറക്ഷൻ ട്രാൻസ്വേഴ്സ് ബാർസ് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ട്രാൻസ്വേഴ്സ് ബാറിൻ്റെ ഇക്വേഷനും സെയിം തന്നെയാണ്. 0.12% ഓഫ് BD. ഇതും IS 456 തന്നിട്ടുണ്ട്. ഇഫ് ആർക്കെങ്കിലും റെഫർ ചെയ്യണമെങ്കിൽ പ്രീവിയസ് വീഡിയോ നോക്കിയാൽ മതി. സോ പ്രൊവൈഡ് 8 mm ഡയമീറ്റർ ബാർസ്. നമ്മളെപ്പോഴും മെയിൻ ബാറിനേക്കാളും കുറവ് ഡയമെൻഷൻ ആയിരിക്കും എന്തിനു കൊടുക്കുക? ഡിസ്ട്രിബ്യൂഷൻ ബാർസിന് കൊടുക്കുക. ഓക്കെ, സോ അത് നോക്കുക. 8 mm ബാർസാണ്. 10 mm ആയിരുന്നു മെയിൻ ബാർ. അങ്ങനെയാണെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ 8 mm. സോ 8 mm ബാർസ് വെച്ചിട്ട് ഉള്ള സ്പേസിങ് കാൽക്കുലേറ്റ് ചെയ്യുക. ദറ്റ് ഈസ് ഏരിയ ഓഫ് 1 ബാർ. ഏരിയ ഓഫ് 1 ബാർ ഡിവൈഡഡ് ബൈ AST ഇൻറ്റു 1000. സ്പേസിങ് കിട്ടി. സോ 180 എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇതാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ബാർസിന് കൊടുക്കേണ്ട വാല്യൂ. 180 സ്പേസിങ്ങും 8 mm ബാർസും. ക്ലിയർ? അഗെയിൻ നെക്സ്റ്റ് വേറെ ഒരു അഡീഷണൽ സ്റ്റെപ്പ് വരുന്നുണ്ട് ക്യാൻറ്റിലിവറിൻ്റെ കേസിൽ. അതായത് നമ്മൾ ഡെവലപ്മെൻറ്റ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതൊരു ക്യാൻറ്റിലിവർ ബീമാണ്. ഇത് വോളാണെങ്കിൽ അല്ലെങ്കിൽ സപ്പോർട്ടാണെങ്കിൽ നമ്മുടെ മെയിൻ ബാറ് ഇവിടെ ഇങ്ങനെയായിരിക്കും മെയിൻ ബാറ് പോവുക. ഓക്കെ, അഗെയിൻ ഈ ഒരു പോർഷനിൽ നിന്ന് സപ്പോർട്ടിലേക്ക് നമ്മൾ ഇങ്ങനെ കൊടുക്കും. ദറ്റ് ഈസ് അപ്പോൾ ഈ ഒരു ലെങ്താണ് LD, ഡെവലപ്മെൻറ്റ് ലെങ്ത്. സോ ഡെവലപ്മെൻറ്റ് ലെങ്ത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ മൊഡ്യൂൾ 2 നോക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, മൊഡ്യൂൾ 2 പഠിച്ച കാര്യമാണ് ഈ ഒരു ഇക്വേഷൻ. ഡെവലപ്മെൻറ്റ് ലെങ്ത്തിൻ്റെ ഇക്വേഷൻ ക്ലോസ് 26.2.1.1 ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ LD ഡെവലപ്മെൻറ്റ് ലെങ്ത്തിൻ്റെ ഇക്വേഷൻ എന്തോ 0.87 FY. ദിസ് ഇസ് ദ ഡയമീറ്റർ ഓഫ് മെയിൻ ബാർ. ഓക്കെ, മെയിൻ ബാറിൻ്റെ ഡയമീറ്റർ ആണ് 4 into ടോ BD. ഈ ടോ BD വാല്യൂ നമുക്ക് പേജ് 43 നിന്ന് കിട്ടും. ഓക്കെ, സോ M20 ടോ BD വാല്യൂ 1.2 ആണ്. പിന്നെ FE 415 ആയതുകൊണ്ട് നമ്മൾ 60% കൂട്ടിയിട്ട് വേണം കൊടുക്കാൻ. അതുകൊണ്ട് 1.6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, സോ അങ്ങനെയാണ് ഈ 1.92 എന്ന വാല്യൂ ഇവിടെ വന്നത്. ഓക്കെ, FY 415 ആൻഡ് ക്ലിയർ. സോ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, സോ 470 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു കംപ്ലീറ്റ് ലെങ്ത് ഇങ്ങനെ ബെൻഡ് ചെയ്ത് കൊടുക്കേണ്ട കംപ്ലീറ്റ് ലെങ്ത് ആണ് 470. ക്ലിയർ? അടുത്തത് നമ്മുടെ സാധാ സ്റ്റെപ്സ് ആണ്. സ്റ്റെപ്പ് 9 ചെക്ക് ഫോർ ഷിയർ. VUൻ്റെ വാല്യൂ ഓൾറെഡി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരുന്നു. ഓക്കെ, 24.39. അങ്ങനെയാണെങ്കിൽ ടോ വി വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. ടോ വി ഈസ് VU ബൈ BD. VU ഇത് കിലോ ന്യൂട്ടണിലാണ്, ന്യൂട്ടണിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഇത് mm. ഓക്കെ, സോ ന്യൂട്ടൺ പെർ mm സ്ക്വയറിൽ നമുക്ക് ടോ വിയുടെ വാല്യൂ കിട്ടും.
അഗെയിൻ ടോ സി കാൽക്കുലേറ്റ് ചെയ്യുക. ടോ സി കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് പി ടി വാല്യൂ അറിയണം. Okay, so what is PT? 100 into AST by BD. So 100 into AST by B into D. Okay, AST എന്ന് വെച്ചാൽ AST of main bar. Clear? So AST നമുക്ക് 0.175 എന്നാണ് കിട്ടിയിരിക്കുന്നത്. 0.175 അങ്ങനെയാണ്, സോറി AST അല്ല PT. ഓക്കെ, PT പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ 0.175 എന്നാണ്, M20 ആണ്. അങ്ങനെയാണെങ്കിൽ ടേബിൾ 19 നിന്ന് ടോ സി വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ഇത് PT/2 എന്നും എടുക്കുന്നുണ്ട്. ചില ടെക്സ്റ്റ് നിങ്ങൾ റെഫർ ചെയ്താൽ PT/2, അതായത് സപ്പോർട്ടിൽ വരുന്ന ഷിയർ സ്ട്രെസ് വാല്യൂ ആണ് എടുക്കുന്നത്. അതുകൊണ്ട് PT/2 സപ്പോർട്ടിൽ ടോട്ടൽ ഏരിയയുടെ ഹാഫ് ഏരിയ മാത്രം എടുത്തിട്ടാണ് ചില ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ചെയ്യുന്നത്. ഓക്കെ, രണ്ട് മെത്തേഡും കറക്റ്റാണ്. സ്ലാബിൻ്റെ കേസിൽ രണ്ട് മെത്തേഡും കറക്റ്റാണ്. സോ ഇവിടെ ഈ ഒരു PT വാല്യൂ 0.175 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ഇൻ്റർപോളേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാം. ഓക്കെ, ഇങ്ങനെ ഇൻ്റർപോളേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0.3 ആണ്. സോ ടോ സി വാല്യൂ 0.3 എന്ന് കിട്ടും. ആൻഡ് ടോ വി എത്രയായിരുന്നു? 0.12. ഓക്കെ, എഗെയിൻ കെ വാല്യൂ, ഇത് നിങ്ങൾ മറന്നു പോകരുത്. ബീമിൽ നമ്മൾ ഈ കെ വാല്യൂ ആഡ് ചെയ്യുന്നില്ല, പക്ഷേ മൾട്ടിപ്ലൈ ചെയ്യുന്നില്ല. പക്ഷേ സ്ലാബിൽ ഈ ഒരു കെ വാല്യൂ എടുക്കണം. ഓക്കെ, സോ ഈ കെ വാല്യൂ അതും കോഡിൽ തന്നിട്ടുണ്ട്. ഓക്കെ, സോ കോഡിൽ നിന്ന് ഇൻ്റർപോളേറ്റ് ചെയ്തിട്ട് കെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. സോ കെ വാല്യൂ 1.14 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടിയ ടോ സി വാല്യൂവിൻ്റെ കൂടെ 1.14 മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഇഫ് കെ ടോ സി ഈസ് ഗ്രേറ്റർ ദാൻ ടോ വി ഇറ്റ് ഈസ് സേഫ് ഇൻ ഷിയർ. ഓക്കെ, അപ്പോൾ നോർമലി സ്ലാബിൻ്റെ കേസിൽ സ്ലാബെല്ലാം ഷിയറിന് സേഫ് ആയിരിക്കും. കാരണം സ്ലാബിൽ അധികം ഷിയർ സ്ട്രെസ്സസ് ഉണ്ടാവത്തില്ല, ഡെപ്ത് കുറവായത് കാരണം. ഓക്കെ, നെക്സ്റ്റ് ഇസ് ചെക്ക് ഫോർ ഡിഫ്ലക്ഷൻ. സോ ചെക്ക് ഫോർ ഡിഫ്ലക്ഷൻ ചെയ്യുക. സെയിം സ്റ്റെപ്പാണ് നമ്മൾ കഴിഞ്ഞ മൊഡ്യൂൾ തുടങ്ങി ചെയ്യുന്നതാണ് ഈ സ്റ്റെപ്പ് ഫോർ ഡിഫ്ലക്ഷൻ. അപ്പോൾ മാക്സിമം L/D റേഷ്യോ അത് കാൽക്കുലേറ്റ് ചെയ്യുക. സോ മാക്സിമം L/D റേഷ്യോ ഈസ് ഈക്വൽ ടു L/D ബേസിക് ഇൻറ്റു KT ഇൻറ്റു KC ഇൻറ്റു KF. ഓക്കെ, സോ L/D ബേസിക് ഇൻറ്റു KT KC KF. KT എത്രയാണ്? ദറ്റ് ഈസ് can be found from page 38 of IS 456. KC 1, KF 1. ഓക്കെ, സോ അതിൽ നിന്ന് KT കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് FS കാൽക്കുലേറ്റ് ചെയ്യണം. FS ഈ ഒരു ബീമിൻ്റെ കേസിൽ, സോറി സ്ലാബിൻ്റെ കേസിൽ ഇത് രണ്ടും ഈക്വൽ ആണെന്ന് നമുക്ക് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ 0.58 FY, ദറ്റ് ഈസ് 240 എന്ന് കിട്ടും. സോ 240ക്കും 0.175ക്കും 240ക്കും 240 എന്നൊരു കേർവിനും 175ക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ, 0.175ക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ഇവിടെ KT വാല്യൂ കിട്ടും. ഓക്കെ, സോ KT വാല്യൂ 1.1 എന്നാണ് കിട്ടുന്നത്. സോ ഇവിടെ L/D ബേസിക്കിൽ 1.1 മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, L/D ബേസിക്ക് നമ്മൾ 10 എന്നായിരുന്നു എടുത്ത്. സോ 10 എന്ന് കൊടുക്കാം. 10 ഇൻറ്റു 1.1 11 എന്ന് കിട്ടി. ആൻഡ് L/D പ്രൊവൈഡഡ് ഇതാണ് സ്പാൻ, ഇഫക്റ്റീവ് സ്പാൻ ഇൻറ്റു അതിന് MM-ലേക്കാക്കി ഡിവൈഡഡ് ബൈ D. D ഈസ് 210. ഓക്കെ, സോ L/D പ്രൊവൈഡഡ് ഷാൽ ബി ലെസ് ദാൻ L/D മാക്സിമം. അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് സേഫ് ഇൻ ഡിഫ്ലക്ഷൻ. ക്ലിയർ? ഇനി നമ്മൾ ഫിഗർ വരയ്ക്കാം. ഫിഗർ വരയ്ക്കാനായിട്ട് മെയിൻ ബാർ കൊടുക്കാം. ഓക്കെ, ദെൻ ഡിസ്ട്രിബ്യൂഷൻ ബാർസ് ഇത് രണ്ടും ലേബിൾ ചെയ്യുക. ലേബിളിംഗ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ലേബിൾ ചെയ്യുമ്പോഴത്തേക്ക് എത്ര ഡയമീറ്റർ ആണെന്നും എത്രയാണ് സ്പേസിംഗ് എന്നും മാർക്ക് ചെയ്യുക. ഓക്കെ, ഡിഫറെൻറ്റ് കളേഴ്സ് യൂസ് ചെയ്യുക. നിങ്ങളൊന്നെങ്കിൽ പെൻസിലോ അല്ലെങ്കിൽ ബ്ലാക്ക് ബ്ലൂ പെൻ യൂസ് ചെയ്ത് ഇത് മാറ്റി വരച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഡിഫറൻഷ്യേറ്റ് ആയിട്ട് മനസ്സിലാവും. ഓക്കെ, ദെൻ ഡെപ്ത് മാർക്ക് ചെയ്യുക. ഓക്കെ, ഈ വോളിൻ്റെ തിക്നെസ് 230. അഗെയിൻ ഈ L/D എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, സോ നമുക്കറിയാം ഈ തിക്നെസ് 230 ആണ്.
ഓക്കെ, അപ്പോൾ ഈ 230 നിന്ന് ഒരു കവർ നമ്മൾ കുറക്കുക. സോ കവർ സൈഡ് കവർ 20 mm എന്ന് എടുക്കുക. എപ്പോഴും സൈഡ് കവർ കുറച്ച് കൂട്ടിയിട്ട് വേണം എടുക്കാൻ, 20 mm എന്ന് എടുക്കാം. ഓക്കെ, സോ സൈഡ് കവർ 20 mm ആണെങ്കിൽ, കാരണം ഇവിടെ ഇപ്പോൾ ഒരു ബീമായിരിക്കാം. ഓക്കെ, സോ ബീമാണെങ്കിൽ കവർ കൂട്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്, ബീമിൻ്റെ ക്ലിയർ കവർ. സോ അവിടെ 20 mm എന്ന് എടുക്കുക കവർ. അങ്ങനെയാണെങ്കിൽ 230 നിന്ന് 20 മൈനസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതായിരിക്കും ഇവിടെയുള്ള ഈ ഒരു ലെങ്ത്. ഓക്കെ, അതപ്പോൾ എത്ര കിട്ടിയ 210. സോ 210 ആയിരിക്കും ഈ ഒരു ലെങ്ത്, 210 ആണ്. ടോട്ടൽ ലെങ്ത് എത്രയായിരുന്നു? 470 ആണ്. അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 470 മൈനസ് 210. ഓക്കെ, മനസ്സിലാകാത്തവരൊന്നും കൂടെ ശ്രദ്ധിക്കാം. ഇത് 230 ആണ് ഈ വോളിൻ്റെ തിക്നെസ്. ഈ വോളിൻ്റെ തിക്നെസ് 230. നമ്മളിത് ഈ എൻഡ് വരെ കൊടുക്കില്ല, കുറച്ച് കവറും കൂടെ കൊടുത്തിട്ട് വേണം ഇത് കൊടുക്കാൻ. ഓക്കെ, അപ്പോൾ ആ കവറിൻ്റെ ക്ലിയർ കവർ 20 mm ആണ് കൊടുക്കേണ്ടത്. കാരണം ഇവിടെ ഒരു ബീം ആയിരിക്കാം അല്ലെങ്കിൽ വോളായിരിക്കാം. അപ്പോൾ ഹയർ കവറാണ് കൊടുക്കേണ്ടത്, കുറച്ചും കൂടെ കൂടുതലുള്ള കവറാണ് കൊടുക്കേണ്ടത്. സോ 20 mm എന്ന് കൊടുക്കാം. 20 mm മാറ്റി വേണം നമ്മൾ ഈ ഒരു റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യാനായിട്ട്. ഓക്കെ, അഗെയിൻ അപ്പോൾ എത്ര വരും? 230 മൈനസ് 20, ദാറ്റ് ഈസ് 210. അപ്പോൾ ഈ ഒരു ലെങ്ത് എന്ന് വെച്ചാൽ 210 വരും. നമുക്ക് ടോട്ടൽ ഇങ്ങനെ വളച്ച് ഈ കൊടുക്കേണ്ട ലെങ്ത്ത് ടോട്ടൽ 470 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടം വരെ 210 ആണെങ്കിൽ ബാക്കി ഇങ്ങോട്ട് എന്തുമായിരിക്കും? 470 മൈനസ് 210. ഓക്കെ, സോ ഇവിടെ ബാക്കി 470 മൈനസ് 210, 260 എന്ന് വരും. 260. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 470. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്, അതും കൂടെ ശ്രദ്ധിക്കാം. സോ എൽ ഡി എന്ന് വെച്ചാൽ 260 എന്ന് വരും. സോറി, എൽ ഡി ഇങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യുന്നത് 260. ക്ലിയർ? സോ ഹോപ്പ് ദിസ് മച്ച് ഇസ് ക്ലിയർ. ഇപ്പോൾ സ്ലാബിൻ്റെ കേസിൽ ഡിഫറൻസ് നോട്ട് ചെയ്യുക. എൽ ബൈ ഡി 10 to 12 ആണ് എടുക്കേണ്ടത്. ദെൻ ബെൻഡിങ് മൊമെൻറ്റ് ഷിയർ ഫോഴ്സ് ഇക്വേഷൻ ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അഡിക്വസി ചെക്ക് ചെയ്യാൻ 2 സ്റ്റെപ്സ് ഉണ്ട്. അത് എല്ലാ കേസിലും, സ്ലാബിൻ്റെ മാത്രമല്ല, നമ്മൾ ഇന്നേ വരെ ചെയ്തിട്ടുള്ള എല്ലാ ബീമിൻ്റെ കേസിലായാലും അതെല്ലാം നമ്മൾ സിംപ്ലി റീഇൻഫോഴ്സ്ഡും ബീംസും അതുപോലെ സിംപ്ലി സപ്പോർട്ടഡ് സ്ലാബൊക്കെ ചെയ്തു, 1 വേ സ്ലാബ്. അപ്പോൾ ഈ എല്ലാ കേസിലും നമുക്ക് 2 രീതിയിലും അഡിക്വസി ചെക്ക് ചെയ്യാം. ഒന്നെങ്കിൽ MU ലെസ് ദാൻ MU ലിമിറ്റ്, അല്ലെങ്കിൽ D റിക്വയർഡ് ഈസ് ലെസ് ദാൻ D പ്രൊവൈഡഡ്. ഈ 2 കേസിലും അഡിക്വേറ്റ് ആയിരിക്കും. ഓക്കെ, പിന്നെ സാധാ സ്റ്റെപ്സ് തന്നെയാണ്. AST മിനിമത്തിന് ഡിഫറെൻറ്റ് ഇക്വേഷനാണ്, 0.12% BD. ഓക്കെ, അത് സിംപ്ലി സപ്പോർട്ടഡിൻ്റെ കേസിലും സെയിം തന്നെയാണ്. ദെൻ കമ്മിങ് ടു ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പ് വരുന്നത് LD കാൽക്കുലേറ്റ് ചെയ്യാനാണ്. LDയുടെ ഇക്വേഷൻ IS 456 അപ്പോൾ അവിടെ നിന്ന് ഡെവലപ്മെൻറ്റ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ ചെക്ക് ഫോർ ഷിയർ ചെയ്യണം, ആൻഡ് ഡിഫ്ലക്ഷൻ ചെക്ക് ചെയ്യണം. ഫൈനലി ഫിഗർ വരയ്ക്കുക. ഓക്കെ, സോ ഹോപ്പ് ദിസ് മച്ച് പാർട്ട് ഈസ് ക്ലിയർ.